ഹായ് ഫ്രണ്ട്സ്, സ്വന്തം ഉമ്മയുടെ വാക്ക് കേൾക്കാതെ വിവാഹം, അതായത് പ്രേമിച്ച ആളെ തന്നെ വിവാഹം കഴിച്ച ഒരു പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുള്ള ആ പെൺകുട്ടി ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള കുറേ ദുരന്തങ്ങളുടെ കഥയാണ് കേട്ടോ. ഇത് റിയലായിട്ട് നടന്നിട്ടുള്ള ഒരു കഥ തന്നെയാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് നടക്കുന്ന ഒരു സംഭവം തന്നെയാണ്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ ആരും തന്നെ അത് മൈൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്താ പറയുക, ഈ പ്രേമിക്കുന്ന ആളുകൾ എൻ്റെ കാമുകൻ അങ്ങനെയല്ല എന്ന് വിശ്വസിക്കുന്നു. അതാണ് ഏറ്റവും വലിയ പ്രശ്നം അല്ലേ. നമ്മൾ പല സ്ഥലത്തും ഈ കാമുകിമാരെ പല സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വഞ്ചിച്ചു എന്നൊക്കെ കേൾക്കുന്ന, നമ്മൾ പലതരത്തിലുള്ള വാർത്ത ന്യൂസൊക്കെ കേൾക്കുന്നതാണ്. അപ്പോഴെല്ലാം എല്ലാം സ്നേഹിക്കുന്ന ആളുകളും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ കാമുകൻ അങ്ങനെയല്ല അല്ലേ, ഞാൻ സ്നേഹിക്കുന്ന ആൾ അങ്ങനെയല്ല, അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മളിൽ പല ആളുകളും. ഏറെക്കുറെയൊക്കെ മിക്കവാറും നമ്മളെല്ലാവരും അങ്ങനെയാണ് എന്നല്ല പറയുന്നത് കേട്ടോ. എന്താ പറയുക, പക്ഷെ 100-ൽ 80% ആളുകൾ അങ്ങനെ തന്നെയാണ്. വളരെ 20% ആളുകൾ മാത്രമാണ് റിയൽ ആയിട്ടുള്ള ഒരു സ്നേഹം പങ്കുവെക്കുന്നത്. അല്ലാതെ മിക്ക ആളുകളും അത് റിയൽ ആയിരിക്കില്ല. ഓരോരുത്തരുടെ പ്രായത്തിൻ്റെതും അല്ല പറയാം മറ്റു പല ആവശ്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് പല ആളുകളും ഈ ഒരു പ്രേമത്തിൽ പോയി ചാടുന്നത്. പെൺകുട്ടികളുടെ കാര്യമല്ല കേട്ടോ, ആൺകുട്ടികൾ എന്താ പറയുക, പല വലിയ വലിയ ആൺകുട്ടികളും ചെറിയ പെൺകുട്ടികളെയൊക്കെ വലയിൽ വീഴ്ത്തുന്നത് നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ പല ആളുകളും പക്ഷെ അത് ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ അറിയാതെ അതിൽ പോയി ചാടുന്നതാണ്. ഈ ഒരു പെൺകുട്ടിയും അതുപോലെ ഉണ്ടായതാണ് ഒരു പ്രേമം. അതായത് എന്താ പറയുക, സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട ഒരു യുവാവും. അങ്ങനെ ഇവർ ഭയങ്കര പ്രേമത്തിലാവാണ്. പഠിക്കുന്ന ടൈമിലാണ് ഇവർ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെടുന്നത്. അങ്ങനെ ഇവർ ഭയങ്കര പ്രേമത്തിലായിട്ട് ക്ലാസ്സൊക്കെ കട്ട് ചെയ്തിട്ട് കറങ്ങാൻ പോക്കും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ ഈ കുട്ടിക്കെന്ന് പറഞ്ഞാൽ ഉമ്മയും 2 സഹോദരങ്ങളാണുള്ളത്. ഉപ്പയില്ല, ഉപ്പ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടിയുടെ അമ്മാവന്മാർ, അതായത് മാമന്മാരാണ് ഈ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പം അങ്ങനെ ഇവർ പ്രേമ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ടൈമിൽ പിന്നീട് ഫസ്റ്റ് ഒന്നും ആരും അറിഞ്ഞിരുന്നില്ല. പിന്നീട് ഈ അമ്മാവന്മാരത് അറിഞ്ഞിട്ട് കുട്ടിയെ എന്താ പറയുക, അതൊന്ന് തെറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എതിർക്കുന്നുണ്ട്. അപ്പം എല്ലാവരും എതിർക്കുന്ന ടൈമിൽ പക്ഷേ ഈ കുട്ടി തീരെ സമ്മതിക്കുന്നില്ല, എനിക്ക് അവരെ തന്നെ മതി എന്നുള്ള ഒരു വാശിയിലായിരുന്നു. അങ്ങനെ അപ്പോൾ ഈ കുട്ടിയുടെ ഉമ്മ പറയാണ്, നോക്കേ നമുക്ക് അമ്മാവന്മാർ പറയുന്നതല്ലേ കേൾക്കാൻ പറ്റുള്ളൂ, കാരണം ഇപ്പോൾ അവരാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമുക്ക് ഈ പയ്യൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം, കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവനെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കാം എന്ന് ഈ കുട്ടിയുടെ ഉമ്മ പറയാണ്. അങ്ങനെ ഈ പയ്യൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അന്വേഷിച്ച് പോയ ടൈമിൽ ഈ പയ്യനെ പറ്റിയിട്ട് വളരെ മോശമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് വരുന്നത്. എന്നുവെച്ചാൽ തീരെ ചീത്ത രീതിയിലുള്ള മോശക്കെട്ട്, കൂട്ടുകെട്ട്, അതുപോലെ തന്നെ ചെറുതായിട്ട് കള്ളുകൂടി കാര്യങ്ങൾ, അത്തരം രീതിയിലുള്ള ഇതൊക്കെയാണ് ഈ പയ്യനെ കുറിച്ചിട്ട് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ വീട്ടുകാർക്ക് ഇതിന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. മാമന്മാർ പറയുകയാണ് ഈ ഒരു ബന്ധം വേണ്ട. വീട്ടുകാർ, ആ കുട്ടിയുടെ ഉമ്മ എല്ലാം പറഞ്ഞു ഈ ഒരു ബന്ധം വേണ്ട നമുക്ക് എന്നൊക്കെ പറഞ്ഞിട്ടും ആ കുട്ടി ഒരു തരത്തിലും അതിന് കൂട്ടാക്കുന്നില്ല. കാരണം എനിക്ക് അവനെ തന്നെ മതി എന്നുള്ള ഒരു ഇതിലായിരുന്നു. കാരണം പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള പല ബന്ധങ്ങളും ഈ കുട്ടിയും അവനും തമ്മിലുണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുട്ടി അതിൽ നിന്ന് പിന്മാറാൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല പെൺകുട്ടി. അങ്ങനെ എല്ലാവരും എന്താ പറയുക, ഈ കുട്ടിയുടെ നിർബന്ധം കാരണം ആ ഉമ്മയുടെ ആങ്ങളമാരെടുത്ത് സംസാരിക്കുകയാണ്, മോൾക്ക് അതാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം എന്നൊക്കെ പറയുകയാണ്. ആദ്യം ഇവർ കുട്ടിയെ പിന്തിരിപ്പിക്കാൻ കുറേ നോക്കി, കൗൺസിലിങ്ങും കാര്യങ്ങളും ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചെങ്കിലും പക്ഷെ കുട്ടി അതിനൊന്നും സമ്മതിച്ചില്ല. അങ്ങനെ എല്ലാവരും നിർബന്ധപ്രകാരം, കുട്ടിയുടെ നിർബന്ധപ്രകാരം ആ ഉമ്മയെല്ലാം സമ്മതിക്കുകയാണ്. എൻ്റെ ആകളുള്ളൊരു മകളല്ലേ എന്ന് വിചാരിച്ചിട്ട് ഉമ്മ കുട്ടിയുടെ ഇഷ്ടത്തിന് കൂട്ട് നിൽക്കുകയാണ്. പക്ഷെ ആ ഉമ്മക്ക് ഒട്ടും മനസ്സോടെ അല്ലാട്ട് ആ ഉമ്മ കൂട്ട് നിൽക്കുന്നത്. കാരണം ഉപ്പയില്ലാതെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ആ കുട്ടികളെ ആ ഉമ്മ വളർത്തിയിട്ടുണ്ടായിരുന്നത്. 2 ഇനി സഹോദരങ്ങളാണ് ആ പെൺകുട്ടിയുടെ താഴെയുള്ളത്. അപ്പോൾ ഉമ്മക്ക് ഒട്ടും പൊരുത്തമില്ല. ഉമ്മ കുട്ടിയുടെ അടുത്ത് പറയുന്നുണ്ട്, എനിക്കൊട്ടും ഇതിൽ പൊരുത്തമില്ല, പക്ഷെ നിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്, നിന്നെ ഞങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ അമ്മാമ്മമാർ അതിനൊരിക്കലും കൂട്ടുനിന്നില്ല. അവർക്ക് കാരണം താല്പര്യം ഉണ്ടായിരുന്നില്ല ഈ ചെക്കൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അറിഞ്ഞതിന് ശേഷം. പക്ഷേ ഉമ്മ അവരെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ്, നമ്മുടെ മകളല്ല, അവരുടെ കാര്യം എങ്ങനെയൊക്കെ നടക്കട്ടെ, അവരുടെ സന്തോഷമല്ല നമുക്ക് വലുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കല്യാണം ഉറപ്പിക്കുകയാണ്. അങ്ങനെ കല്യാണം ഉറപ്പിച്ച ഡേറ്റ് കാര്യങ്ങളൊക്കെ ആ ടൈമിൽ കുട്ടിയുടെ ഉമ്മക്ക് പെട്ടെന്ന് സുഖമില്ലാണ്ടായിട്ട് ഉമ്മ മരണപ്പെടുകയാണ്. അപ്പോൾ ഈ ഉമ്മ മരിക്കുന്നതിന് മുന്നേ ഈ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട് ഉമ്മക്ക് അതിൽ ഒരിക്കലും പൊരുത്തമില്ലാന്ന്. പക്ഷെ ആ പെൺകുട്ടി പറയുന്ന ഒരു കാര്യം, ഉമ്മയുടെ പൊരുത്തമില്ലെങ്കിലും ഞങ്ങൾ നല്ല രീതിയിൽ ജീവിച്ച് കാണിച്ചു തരും എന്നൊക്കെ ആയിരുന്നു ആ പെൺകുട്ടി പറഞ്ഞത്. ആ ഉമ്മയുടെ മരണം ആ കുട്ടിയെ ആകെ തളർത്തിയിട്ടുണ്ടായിരുന്നു, ആ കുടുംബക്കാരെയും. അതുകൊണ്ട് തന്നെ കല്യാണം ഇവർ 2 മാസമൊക്കെ വീണ്ടും നീട്ടി വെച്ചിട്ട് പിന്നീട് കല്യാണം കഴിച്ചു. അങ്ങനെ കല്യാണം കഴിച്ച നാളിൽ വളരെയധികം സന്തോഷമായിട്ടാണ് അവർ പോരുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി തന്നെ ആലോചിക്കുകയാണ്, ഉമ്മ എന്തുകൊണ്ടാണ് ഇത്രയും ഇതിനെ എതിർത്തത്, എന്നെപ്പോൾ ഇയാൾ നന്നായിട്ട് നോക്കുന്നുണ്ട്, എന്നെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോകുന്നുണ്ട്, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ജീവിക്കുന്നതെന്നൊക്കെ ആ കുട്ടി തന്നെ മനസ്സിലൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് ഒരു 3-4 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ചെക്കൻ്റെ യഥാർത്ഥ സ്വഭാവം ആ പെൺകുട്ടി മനസ്സിലാക്കുന്നത്. എല്ലാതും മുന്നേ അല്ലെങ്കിൽ പ്രേമിച്ചിരുന്നപ്പോൾ കണ്ടിട്ടുള്ള ഒരാളെ ആയിരുന്നില്ല, ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു.
അതായത് കുട്ടിയെ അടിക്കൽ, ഉപദ്രവിക്കൽ, അങ്ങോട്ട് പോകാൻ പാടില്ല, ഇങ്ങോട്ട് പോകാൻ പാടില്ല, ഈ കുടുംബക്കാരെ വീട്ടിലേക്ക് ആകെ ഈ കുട്ടിക്ക് അമ്മാവന്മാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരുടെ അടുത്തേക്കൊന്നും പോകരുത്. കാരണം അയാൾക്ക് അവരോട് ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു. കാരണം കല്യാണത്തിന് ആദ്യം അവർ എതിർത്തതായിരുന്നല്ലോ. അപ്പോൾ അവരോട് ഭയങ്കര ദേഷ്യമുള്ള കാരണം അങ്ങോട്ടൊന്നും പോകാൻ വേണ്ടിയില്ല. പൊതുസ്ഥലത്ത് വെച്ചിട്ടൊക്കെ ഈ കുട്ടിയെ മർദ്ദിക്കുക, അത്തരത്തിലുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ കുട്ടി നേരിടൽ തുടങ്ങി. കുട്ടിക്ക് ആരോടാണ് പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് ഒന്നും അറിയില്ലായിരുന്നു. ലാസ്റ്റ് ഉമ്മാനെ ഇങ്ങനെ സ്വപ്നം കണ്ടു, ഉമ്മാനും ഉപ്പാനൊക്കെ ഇങ്ങനെ സ്വപ്നം കാണുന്ന ഒരു സ്റ്റേജായി. അപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലായി എൻ്റെ ഉമ്മ പറഞ്ഞത് എത്രമാത്രം ശരിയായിരുന്നു, ഞാൻ എത്ര വലിയ തെറ്റാണ് ചെയ്തത്. ആ കുട്ടിക്ക് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു, ഇയാളെ ഓരോ ടോർച്ചറിങ്ങും കാരണമൊക്കെ. അങ്ങനെ ഈ കുട്ടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ വീട്ടിൽ ആരും ഇല്ലാത്ത ടൈമിൽ ഫാനിൽ കെട്ടി തൂങ്ങുന്ന ടൈമിൽ ആ കുട്ടിയുടെ ഭാഗ്യം കൊണ്ടാണോ നിർഭാഗ്യം കൊണ്ടാണോ എന്താ അറിയില്ല, ഫാന് ആ കുട്ടിയുടെ വെയിറ്റ് താങ്ങാനാവാതെ വീഴാണ്. ഫാനും ആ കുട്ടിയും കൂടിയിട്ട് താഴോട്ട് വീണു. പക്ഷെ ആ ടൈമിൽ കുട്ടിക്ക് പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 മാസത്തോളം ചികിത്സയിലായിരുന്നു. അങ്ങനെ അവിടെ നിന്നിട്ട് കുട്ടിയുടെ വീട്ടുകാർ, അതായത് ഈ അമ്മാവന്മാർ കുട്ടിയെ കൊണ്ടുപോവാണ്. അതിന് ഇയാളെ പേരിൽ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നീട് ആ കുട്ടിക്ക് മനസ്സിലായി. അപ്പോൾ എല്ലാവരും പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നത്, നിനക്ക് ഞങ്ങളില്ലേ എന്നൊക്കെ സംസാരിച്ചപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലായി ഞാൻ എന്തിനാണ് ഈ ഒരു തെറ്റ് ചെയ്തത്. ആ കുട്ടി പിന്നെ ചിന്തിക്കുകയാണ്, ഇയാൾ ചെയ്ത തെറ്റിന് ഞാൻ എന്തിനാണ് ജീവനില്ലാണ്ടാക്കുന്നത്, എൻ്റെ ഉമ്മ പറഞ്ഞത് എത്രമാത്രം ശരിയാണ് എന്ന് ആ കുട്ടി മനസ്സിലാക്കുകയാണ് അല്ലേ. പലതരത്തിലുള്ള പ്രേമ വിവാഹത്തിൻ്റെ ഒരു കാര്യത്തിൽ നമ്മൾ എടുത്തു നോക്കിയാൽ 100ൽ 98% സത്യം പറഞ്ഞാൽ എന്താ പറയുക ഇങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ 2% അല്ലെങ്കിൽ 3% ആളുകൾ മാത്രമാണ് ഈ വിവാഹത്തിന് ശേഷം ആ ഒരു പ്രണയം കാത്തു സൂക്ഷിക്കുള്ളൂ, അല്ലെങ്കിൽ അതുപോലെ കൊണ്ട് നടക്കുള്ളൂ. ഒരു പക്ഷേ അവരുടെ പ്രാരാബ്ധം കാരണങ്ങളൊക്കെ ആയിരിക്കാം. എന്താ പറയുക, കല്യാണത്തിന് ശേഷമുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും എപ്പോഴും സ്നേഹിച്ച് നടക്കണം എന്നല്ല പറയുന്നത്. പക്ഷെ ആ ഒരു പഴയ സ്നേഹം അവർക്ക് എവിടെയൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. എന്താ പറയുക, ഈ അറേഞ്ച് ആയാലും ലവ് മാരേജ് ആയാലും രണ്ടിനും പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു, ഞാൻ കണ്ടെടുത്തോളം വെച്ചിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ലവ് മാരേജിൽ തന്നെയാണ് മിക്കവാറും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അറേഞ്ച് മാരേജിൽ ഇല്ല എന്നല്ല കേട്ടോ പറയുന്നത്, ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ലവ് മാരേജിൽ തന്നെയാണ്. വിവാഹത്തിന് ശേഷം അതുവരെ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചിരുന്നത് പോലെയല്ല, അല്ലെങ്കിൽ ആ ഒരു പ്രേമം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ തുടങ്ങി അത് പിന്നീട് വലിയൊരു പ്രശ്നത്തിൽ ചെന്ന് അവസാനിക്കാറുണ്ട്. പലതരത്തിലുള്ള ലവ് മാരേജിൻ്റെ കാര്യത്തിൽ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്നതാണത്. അപ്പം നമ്മൾ അറേഞ്ച് ആയാലും ലവ് ആയാലും എന്താ പറയുക, പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ അതൊക്കെ നമ്മൾ എങ്ങനെയും ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കല്ല. നമ്മുടെ ജീവിതം നശിപ്പിച്ചിട്ട് ആ ഒരു വ്യക്തി ചെയ്ത തെറ്റിന് നമ്മുടെ ജീവിതം നശിപ്പിക്കാണ്ടിരിക്കുക. അതുപോലെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെട്ടിട്ട് ലവ് ചെയ്യുന്ന പല കുട്ടികളുണ്ട്. അവരുടെ പ്രായത്തിൻ്റെ ഭാഗമായിട്ട് എന്താ പറയുക, ആ ഒരു പക്വതയില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടിയതെന്ന് നമ്മൾ ഇത്രയും കാലം വളർത്തി വലുതാക്കിയ നമ്മുടെ വീട്ടുകാർക്കും കൂടി അറിയാം. അപ്പം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ഒരു തീരുമാനം എടുക്കുമ്പോൾ നമ്മുടെ വീട്ടുകാരെ തീരുമാനം കൂടി നമ്മൾ മാനിക്കുക. അവർ പറയുന്നതും കൂടി എന്താണ്, അല്ലെങ്കിൽ അതിലും കുറച്ചൊക്കെ കാര്യമുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കല്ലേ. നമ്മുടെ ലൈഫാണ് ശരിയാണ്, പക്ഷെ ഇത്രയും കാലം നമ്മളെ വളർത്തിക്കൊണ്ടുവന്ന അവർക്കും നമ്മുടെ ലൈഫിൽ കുറച്ചൊക്കെ ഉത്തരവാദിത്തങ്ങളില്ലേ. അപ്പോൾ അവരൊരിക്കലും, നമ്മുടെ വീട്ടുകാരെ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ മോശം കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കില്ല. തീർച്ചയായിട്ടും നമുക്ക് നല്ലത് വരണമെന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് നമ്മുടെ അച്ഛനമ്മ അല്ലേ, നമ്മുടെ കൂടപ്പിറപ്പുകളായിരിക്കും. അപ്പോൾ അവർ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ സത്യം ഉണ്ടാകും കൂടി എന്താ പറയുക, നമ്മളൊന്ന് മനസ്സിലാക്കുക. നമുക്ക് ഇഷ്ടം തോന്നി എന്ന് വിചാരിച്ചിട്ട് അയാൾ നമ്മളപ്പം കാണുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ. ഒരു പക്ഷേ എന്താ പറയുക, നമ്മൾ ഒന്ന് കാണുമ്പോൾ ചിരിച്ച് സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല എന്താ പറയുക എല്ലാ ആളുകളുടെ റിയൽ ഫേസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വീട്ടുകാർ പറയുന്നത് കൂടി ഒന്ന് ചിന്തിക്കാമല്ലേ. അവർ പറയുന്നതിൽ എന്തെങ്കിലും കാരണം ഉണ്ടോ എന്നൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം മനസ്സിലാവും. അപ്പോൾ ഈ കുട്ടി അനീസ എന്നാണ് ഈ കുട്ടിയുടെ പേര്. അപ്പോൾ ഈ കുട്ടി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൾക്ക് പറ്റിയൊരു തെറ്റ് ഇനി മറ്റാർക്കും പറ്റരുത് എന്ന് വിചാരിച്ചിട്ടാണ് ആ കുട്ടി ഈ കാര്യങ്ങളെല്ലാം തുറന്ന് പറയുന്നത്. അവൾക്ക് ഒരു തെറ്റ് പറ്റി, പക്ഷെ അതൊക്കെ മനസ്സിലാക്കി തിരുത്തി ഇപ്പോൾ ആ കുട്ടി സുഖമായിട്ട് ജീവിക്കുന്നു. ഭർത്താവിനെ ഒഴിവാക്കി സ്വന്തമായിട്ടൊരു ജോലിയായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ അവർക്ക് പറ്റിയൊരു തെറ്റ് ഇനി ആർക്കും പറ്റരുത് എന്ന് കരുതിയിട്ടാണ് ആ കുട്ടി ഈ കാര്യങ്ങൾ നമുക്ക് മുന്നിൽ തുറന്ന് പറഞ്ഞിട്ടുള്ളത്.